വിശദമായ വാർത്തകൾ നോക്കാം. കാട്ടാനാക്രമണത്തിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നു. മാനന്തവാടി രൂപതയുടെ കീഴിലെ ഇടവകകളിൽ കുർബാനയ്ക്ക് ശേഷം പ്രതിഷേധ സദസ്സുകൾ ഉണ്ടാകും. ഈ മാസം 22-ന് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ഏകദിന ഉപവാസവും പ്രതിഷേധ റാലിയും നടത്തും. വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും വയനാടൻ ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് കളക്ടറേറ്റിൽ ഉപവാസ സമരം. 3 മണിക്ക് ബൈപ്പാസിൽ നിന്നും പ്രതിഷേധം ആരംഭിച്ച് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനരോഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി MP ഇന്ന് വയനാട്ടിലെത്തും. ന്യായയാത്രയ്ക്ക് ഒരു ദിവസം അവധി നൽകിയാണ് അദ്ദേഹം വയനാട്ടിലെത്തുന്നത്. കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് പോവുക. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പയ്യമ്പള്ളിയിലെ അജീഷ്, പാക്കത്തെ പോൾ, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുടക്കൊല്ലിയിലെ പ്രജീഷ് എന്നിവരുടെ വീടുകളിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും. വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് ശക്തമായ നടപടിക്കൊരുങ്ങുന്നു. അക്രമ സംഭവങ്ങൾക്കെതിരെ പുൽപ്പള്ളി പോലീസ് കേസെടുക്കും. 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്യുക. വനംവകുപ്പിന്റെ വാഹനത്തെയും ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചതിനും മൃതദേഹം തടഞ്ഞവർക്കെതിരെയും പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനുമാണ് കേസെടുക്കുക. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസ്. സർക്കാരിനെതിരെ ബിഷപ്പ് പാംപ്ലാനി. വാച്ചർ പോളിന്റെ മരണത്തിൽ വീഴ്ച സംഭവിച്ചു. സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ നൽകുന്ന വിലയുടെ സൂചനയാണോ ഇത്? എയർ ആംബുലൻസ് സൗകര്യം ഒരുക്കിയില്ല. വന്യമൃഗശല്യങ്ങളിൽ കർഷകരുടെ പ്രതിഷേധം സർക്കാർ കേൾക്കുന്നുമില്ല. വനംവകുപ്പ് കർഷക വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നെന്നും പാംപ്ലാനി വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു മനുഷ്യജീവൻ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു രോഗിയെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തുക, എയർ ആംബുലൻസ് വിളിച്ചു വരുത്തുക, അത് എറണാകുളത്ത് പോയി സീറ്റ് നന്നാക്കി വരണമെന്ന് പറയുക, അതിനിടയിൽ റോഡ് മാർഗം കൊണ്ടുപോവുക, റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ രോഗി ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെയും ഈ സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ കൊടുക്കുന്ന വിലയുടെ സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മനുഷ്യജീവന് ഈ സംസ്ഥാനത്തുള്ള വില എന്തുമാത്രമുണ്ട് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അവിടെയും ഇവിടെയും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് അതിഭയാനകമായ മനുഷ്യഹത്യകൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യം. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മനുഷ്യർ മരിക്കുന്നത് ഒരു നിത്യസംഭവമായി മലബാർ മേഖലയിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ എല്ലാ കർഷക സംഘടനകളും കർഷകരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാൽ അത് ബധിര കർണങ്ങളിലാണ് പതിക്കുന്നത് എന്നും കർഷകർ വീണ്ടും വീണ്ടും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. ഏറ്റവും ഒടുവില് വനപാലകരിൽ ഒരാൾ തന്നെ ഇപ്രകാരം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടത്ര സാധ്യതകൾ വയനാട്ടിൽ ഇല്ലാതെ പോയത് ആ ഒരു മരണം ക്ഷണിച്ചു വരുത്തിയതിന് സമാനമാണ് എന്ന് നമുക്കറിയാം. 12 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളായി. എറണാകുളം, മലപ്പുറം, പൊന്നാനി സീറ്റുകളുടെ ചിത്രമാണ് ഇനി തെളിയാനുള്ളത്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 1 മന്ത്രിയും 3 MLA-മാരും 3 ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്ന പ്രബലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് CPM തയ്യാറാക്കുന്നത്.